ആശുപത്രിയിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ തിരികെ എടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ. പോലീസിന്റെ ചോദ്യം ചെയ്യലിനു ശേഷം വിട്ടയച്ച ദമ്പതികൾ കുഞ്ഞിനെ തിരികെ ലഭിക്കാനായി ശിശുക്ഷേമ സമിതിയെ സമീപിച്ചു. ദമ്പതികൾക്ക് കുഞ്ഞിനെ പരിപാലിക്കാനുള്ള സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ കുഞ്ഞിനെ വിട്ടു നൽകാൻ കഴിയൂ എന്ന് ശിശുക്ഷേമ സമിതി ചെയർമാൻ അറിയിച്ചു. നവജാത ശിശുവിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചുപോയ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ തിങ്കളാഴ്ചയാണ് കൊച്ചിയിൽ മടങ്ങിയെത്തിയത്. തുടർന്ന് എറണാകുളം നോർത്ത് പോലീസ് ദമ്പതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. സ്വകാര്യ ആശുപത്രിയിൽ നൽകാൻ പണമില്ലാത്തതിനാലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നും കുഞ്ഞിനെ തിരികെ വേണമെന്നാണ് ആഗ്രഹമെന്നും ദമ്പതികൾ പോലീസിനോട് പറഞ്ഞു. ഇരുവരുടെയും മൊഴി വിശ്വസനീയമാണെന്നും ഇത് സംബന്ധിച്ച് ശിശുക്ഷേമ സമിതിക്ക് റിപ്പോർട്ട് നൽകിയതായും നോർത്ത് പോലീസ് അറിയിച്ചു. തുടർന്ന് ദമ്പതികൾ ശിശുക്ഷേമ സമിതി ഓഫീസിലെത്തുകയായിരുന്നു. കുഞ്ഞിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് വീഡിയോ കോളിലൂടെ കുഞ്ഞിനെ കാണിച്ചു നൽകി. ജാർഖണ്ഡിലെ ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട് സാഹചര്യം അന്വേഷിക്കുമെന്നും ദമ്പതികൾക്ക് കുഞ്ഞിനെ പരിപാലിക്കാനുള്ള സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ കുഞ്ഞിനെ വിട്ടു നൽകാൻ കഴിയൂ എന്നും ശിശുക്ഷേമ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് അറിയിച്ചു. അതായത് ഈ കുട്ടിയെ നോക്കുവാനുള്ള കാര്യപ്രാപ്തി പേരൻസിനുണ്ടോ എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡ് CWCയിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കോട്ടയം ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾക്ക് കഴിഞ്ഞ 29-നാണ് പെൺകുഞ്ഞ് പിറന്നത്. 28 ആഴ്ച മാത്രം പ്രായമായിരുന്ന കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനിടെയാണ് ദമ്പതികൾ കുഞ്ഞിനെ ICUവിൽ ഉപേക്ഷിച്ച് ജാർഖണ്ഡിലേക്ക് പോയത്. സംഭവത്തെ തുടർന്ന് മാതാപിതാക്കൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഉൾപ്പെടെ കേസെടുത്തിരുന്നു. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം ജനറൽ ആശുപത്രിയിൽ കുഞ്ഞിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയിരുന്നു. പിന്നീട് മന്ത്രി കുഞ്ഞിന് നിധി എന്ന പേര് നൽകി. പൂർണ്ണ ആരോഗ്യവതിയായ നിധിയെ പിന്നീട് ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.